വിവാദങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് സന്ദീപിന്റെ പാർട്ടി മാറ്റമാണ് കേരളത്തിലെ ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച. കേരളത്തിൽ ഇത് വലിയ ചർച്ചയാകുമ്പോൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും? പാലക്കാട്ടുകാർ സന്ദീപിന്റെ കൂടുമാറ്റത്തെ ഏതു തരത്തിൽ നോക്കിക്കാണുന്നു? ചോദിച്ചു നോക്കാം. ചേട്ടാ, സന്ദീപ് പാർട്ടിയായിട്ട് അറിഞ്ഞോ? കോൺഗ്രസ് ചേർന്നറിഞ്ഞോ? അറിഞ്ഞു. എങ്ങനെ ഉണ്ടാവും? വലിയ ഇതൊന്നും ഭൂകമ്പൊന്നും ഉണ്ടാക്കില്ല. എന്തായാലും അങ്ങോർക്കും കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറുങ്ങനെയൊക്കെ ഒരു മാറ്റം വന്നേക്കാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. മരിച്ചാലും ആ വർഗീയ ചിന്ത മനസ്സിൽ നിന്ന് പോവില്ല. അങ്ങനെ ഒരു ആശയമുള്ള ആളെ കോൺഗ്രസ് എടുക്കാൻ പാടുണ്ടായിരുന്നോ? തെറ്റാണ്, സംശയമില്ല. ഞാനൊരു സീനിയർ കോൺഗ്രസ് നേതാവാണ്. ചെയ്തത് ഇഷ്ടമല്ല. ഇപ്പോൾ അവനവൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണല്ലോ ഒരു പാർട്ടി മാറി പോകണമെന്ന് നോക്കാം. അതുകൊണ്ട് BJP ഒരിക്കലും തളർന്നൊന്നും പോയില്ല. അറിയോ? ഇല്ല. സന്ദീപിനെ അറിയോ? അറിയില്ല. സന്ദീപിനെ നല്ലതായിട്ട് അറിയും. കോൺഗ്രസിന്റെ ആശയം അങ്ങനെ അംഗീകരിക്കുന്നുവെങ്കിൽ കോൺഗ്രസിലോട്ട് വരുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. തീർച്ചയായും അത് കോൺഗ്രസ് മുതൽക്കാട്ടായിരിക്കും. പക്ഷെങ്കിൽ ആ കോൺഗ്രസ് പ്രസ്ഥാനം അദ്ദേഹത്തെ നന്നായിട്ട് ഉപയോഗിക്കണം. ഒരു ഭീകരമായിട്ട് കോൺഗ്രസിനെ വിമർശിച്ച ഒരാളാണ്. രാഹുൽ ഗാന്ധിനെ കുതിരവട്ടം പോകണമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അയാളിപ്പം BJPക്കാർ വന്നിട്ടില്ലല്ലോ, അയാൾ ഒറ്റയ്ക്കല്ലേ വന്നിരിക്കുന്നത്. മെമ്പർഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ മാറും. BJPയുടെ വോട്ടൊന്നും അങ്ങനെ വരില്ല. ഇവിടെയുള്ള നേതാക്കന്മാർക്ക് വോട്ട് കിട്ടുന്നില്ല. പിന്നെ അവരങ്ങനെ വരുന്നു. CPM-ലേക്ക് സന്ദീപ് വരാത്തതിലൊരു സങ്കടമുണ്ടോ? സങ്കടം എന്ന് പറയാനില്ല, പ്രതീക്ഷിച്ചിരുന്നു. ആശയപരമായിട്ട് ഇപ്പോൾ സീറ്റ് കിട്ടാതെ സരിൻ മാറി. അതുപോലെ ഒരു എടുത്തുചാട്ടം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യമില്ല. സന്ദീപ് ഇത്ര കാലം എവിടെ ഉണ്ടായിരുന്നത്? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ സന്ദീപ് വന്നാൽ പോയാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ഇവിടെ സരിൻ ജയിച്ചിരിക്കും. സന്ദീപ് വാര്യറിനെ അറിയോ? 5 വാര്യറിനെ അറിയില്ല. ആരാണ് പ്രതീക്ഷിക്കുന്നത്? അത് സന്ദീപ് BJPയിൽ അത്ര ഉണ്ടായിരുന്നല്ലോ. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ദൈവത്തോടല്ലേ പറയാൻ പറ്റുള്ളൂ. സന്ദീപ് വന്നാൽ രാഹുലിൻ്റെ വോട്ട് നിറയുണ്ടാവും, BJP വോട്ട് പോകും. സന്ദീപ് വരുമ്പോൾ കുറച്ച് വോട്ടെങ്കിലും അങ്ങോട്ട് പോകുന്നൊരു പ്രതീക്ഷ. എങ്ങനെയായാലും ഞങ്ങൾക്ക് ഇവിടെ സേഫ് ആകണം. യാതൊരു പ്രിൻസിപ്പിളും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നവരെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയില്ല. BJPനെതിരെ പറഞ്ഞിട്ടല്ലോ, ചേർന്നില്ലല്ലോ. ചേർന്നു. കരയരുത്. ഞാൻ BJPക്കാരാണ്. BJPയുടെ വോട്ട് BJPക്ക് തന്നെ കിട്ടും. പോണവർ പോട്ടെ, വരുന്നവർ വരട്ടെ. വോട്ട് എങ്ങോട്ടും പോയില്ലല്ലോ. BJPന്റെ വോട്ട് BJPക്കാണ്. പക്ഷെ ഞാൻ BJPക്ക് വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും അത് നഷ്ടമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. നല്ലൊരു സോഷ്യൽ വർക്കറായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്.